ആരാധനാമണി മുഴങ്ങി, ആത്മാവിലെ തിരി തിളങ്ങി, അൾത്താര സംഗീതലഹരിയിൽ മുഴുകി ആരാധ്യനാഥനെ വാഴ്ത്തി, ആരാധ്യനാഥനെ വാഴ്ത്തി. ആരാധനാമണി മുഴങ്ങി, ആത്മാവിലെ തിരി തിളങ്ങി, അൾത്താര സംഗീതലഹരിയിൽ മുഴുകി ആരാധ്യനാഥനെ വാഴ്ത്തി, ആരാധ്യനാഥനെ വാഴ്ത്തി. അജഗണമായിന്നു ഞങ്ങൾ അണയുന്ന വിടുത്തി മുൻപിൽ, അജഗണമായിന്നു ഞങ്ങൾ അണയുന്ന വിടുത്തി മുൻപിൽ, അലിയുന്നു രജപാലക അലിവോടെ കാക്കേണമേ. നമുക്കെല്ലാവർക്കും കരങ്ങൾ കൂപ്പി ഏറ്റവും ഭക്തിയോടും വിശ്വാസത്തോടും കൂടെ ഈ ബലിയർപ്പിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലും നമ്മളായിരിക്കുന്നിടത്തും വന്നു നിറയുവാൻ ഒരു നിമിഷം നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ. ക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, എവർക്കും വീണ്ടും ഒരു സാബത്ത് ദിവസത്തിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസിക്കുകയാണ്. ഇന്നും നമ്മുടെ പ്രത്യേകമായ സാഹചര്യത്തിൽ നമ്മൾ നവമാധ്യമങ്ങളിലൂടെയാണ് കർത്താവിൻ്റെ ബലിയിൽ ആത്മന പങ്കുചേരുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ബലിയിൽ നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. എല്ലാ രോഗപീഠകളെയും സമർപ്പിച്ചുകൊണ്ട്, അതുപോലെ നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ അവസ്ഥകളെയും കർത്താവിൻ്റെ തൃക്കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഒരു കാര്യം നമ്മളാരും മറന്നു പോകരുത്. സർവശക്തനായ ദൈവം തമ്പുരാൻ അറിയാതെ ഒന്നും തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. കർത്താവിന് എന്തെങ്കിലുമൊക്കെ പ്ലാനും പദ്ധതിയുമൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ, കർത്താവെ എല്ലാം നിന്റെ തിരുഹിതം പോലെ ആകട്ടെ എന്ന് ആവർത്തിച്ച് പറയുവാൻ, പ്രാർത്ഥനകളിൽ പറയുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇന്നത്തെ സുവിശേഷത്തിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാര്യം കർത്താവ് മിശിഹ നമ്മളുമായി പങ്കുവെക്കുകയാണ്. ഞാൻ നല്ല ഇടയനാകുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു. അതേ പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മുടെയൊക്കെ നല്ല ഇടയനാണ്. നമ്മളെയൊക്കെ നയിക്കുന്ന, പരിപാലിക്കുന്ന നല്ല ഇടയനായ കർത്താവ്, ആ കർത്താവിൻ്റെ തൃക്കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട്
പരിശുദ്ധമായ ഈ ബലിയിൽ ഏറ്റവും ഭക്തിയോടും വിശ്വാസത്തോടും കൂടെ നമുക്ക് ഒന്നുചേരാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ മനസ്തപിച്ച് ദൈവതിരുസന്നിധിയിൽ നമുക്ക് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരൻ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരൻ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമൈകിതാ നന്ദി ചൊല്ലുന്നിവർ താഴ്മയായി. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ. സർവൈകശക്തനാം ദൈവമേ, താതനമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാദേവസൂനുവേ കർത്താവം ശ്രീക്രിസ്തുവേ. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു, ദൈവത്തിൻ കുഞ്ഞാടേ, താതനം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തോകണി ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ,
പാവനൻ അങ്ങു താനീകനം നാഥനും അങ്ങു മാത്രം പരമോന്നതൻ ത്രിത്വൈക ദൈവമഹത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, സ്വർഗീയ സന്തോഷത്തിന്റെ പങ്കാളിത്തത്തിലേക്ക് ഞങ്ങളെ അങ്ങ് നയിക്കണമേ. അങ്ങനെ ശക്തനായ ഇടയൻ മുമ്പേ പോയിടത്തേക്ക് എളിയാജഗണമായി ഞങ്ങളും എത്തിച്ചേരുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി ഉയർത്തി. പെന്തക്കോസ്താ ദിവസം പത്രോസ് മറ്റ് 11 പേരോടുമൊപ്പം എഴുന്നേറ്റ് നിന്ന് ഉച്ചസ്വരത്തിൽ ജനക്കൂട്ടത്തോട് പറഞ്ഞു, നിങ്ങൾ കുരിശിൽ തറച്ച യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി ഉയർത്തി എന്ന് ഇസ്രായേൽ ജനം മുഴുവനും വ്യക്തമായി അറിയട്ടെ. ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോടും മറ്റപ്പോസ്തലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ കർത്താവ് തൻ്റെ അടുക്കലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. അവൻ മറ്റു പല വചനങ്ങളാലും അവർക്ക് സാക്ഷ്യം നൽകുകയും ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിക്കുവിൻ എന്ന് ഉപദേശിക്കുകയും ചെയ്തു. അവൻ്റെ വചനം ശ്രവിച്ചവർ സ്നാനം സ്വീകരിച്ചു. ആ ദിവസം തന്നെ 3000-ഓളം ആളുകൾ അവരോട് ചേർന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. രണ്ടാം വായന വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, നിങ്ങൾ നന്മ ചെയ്തിട്ടും പീഡകൾ സഹിക്കേണ്ടി വന്നാൽ അത് ദൈവസന്നിധിയിൽ പ്രീതികരമാണ്. ഇതിനായിട്ടാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. എന്തെന്നാൽ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയും നിങ്ങൾ അനുകരിക്കുന്നതിനു വേണ്ടി
നിങ്ങൾക്ക് മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ അധരത്തിൽ വഞ്ചന കാണപ്പെട്ടുമില്ല. നിന്ദിക്കപ്പെടുമ്പോൾ അവൻ പകരം നിന്ദിച്ചില്ല, പീഡനമേറ്റപ്പോൾ ഭീഷണിപ്പെടുത്തിയുമില്ല. പിന്നെയോ നീതിയോട് വിധിക്കുന്നവനു തന്നെ തന്നെ ഭാരമേൽപ്പിക്കുകയാണ് ചെയ്തത്. നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. അത് നാം പാപത്തിന് മരിച്ചു നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. അലഞ്ഞു നടക്കുന്ന ആടുകളെ പോലെയായിരുന്നു നിങ്ങൾ. എന്നാൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇടയനും പാലകനുമായവൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ. ഞാൻ നല്ല ഇടയനാണ് എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ എൻ്റെ ആടുകളെയും അവ എന്നെയും അറിയുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സമ്മോദത്തിൻ ഗീതം കേൾക്കൂ, മഹത്വത്തിൻ രാജരാജൻ മൃത്യുവിൽ നിന്നുയർത്തിന്ന്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേയും അങ്ങേ ആത്മാവോടും കൂടി. വിശുദ്ധ യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവെ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് അരുൾ ചെയ്തു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻതൊഴുത്തിലേക്ക് വാതിലിലൂടെയല്ലാതെ മറ്റു വഴിക്ക് കടക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ്. എന്നാൽ വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ ആടുകളുടെ ഇടയനാണ്. കാവൽക്കാരൻ അവന് വാതിൽ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവൻ്റെ സ്വരം കേൾക്കുന്നു. അവൻ തൻ്റെ ആടുകളെ പേര് ചൊല്ലി വിളിക്കുകയും പുറത്തേക്ക് നയിക്കുകയും ചെയ്യുന്നു. തനിക്കുള്ളതിനെയെല്ലാം പുറത്താക്കിയിട്ട് അവൻ അവയ്ക്ക് മുമ്പേ നടക്കുന്നു. അവൻ്റെ സ്വരം തിരിച്ചറിയുന്നത് കൊണ്ട് ആടുകൾ അവനെ അനുഗമിക്കുന്നു. അവ ഒരിക്കലും അപരിചിതനെ അനുഗമിക്കുകയില്ല. അന്യരുടെ സ്വരം അറിയാത്തതിനാൽ അവ അവരിൽ നിന്ന് ഓടിയകലും. യേശു അവരോട് ഈ ഉപമ പറഞ്ഞു. എന്നാൽ അവൻ തങ്ങളോട് പറഞ്ഞത് എന്തെന്ന് അവർ മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് യേശു വീണ്ടും പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനാണ് ആടുകളുടെ വാതിൽ. എനിക്ക് മുമ്പേ വന്നവരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു. ആടുകൾ അവരെ ശ്രവിച്ചില്ല. ഞാനാണ് വാതിൽ. എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അവൻ അകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചിൽ സ്ഥലം കണ്ടെത്തുകയും ചെയ്യും. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കുവാനുമാണ് കള്ളൻ വരുന്നത്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈ സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യുമാറാകട്ടെ. ആമേൻ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹബഹുമാനപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുങ്ങളെ, ഈ പ്രത്യേകമായ കാലഘട്ടത്തിൽ നമ്മളൊക്കെ നവമാധ്യമങ്ങളിലൂടെ
വിശുദ്ധ ബലിയിലും മറ്റ് തിരുക്കർമ്മങ്ങളിലുമൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ സജീവമായ സാന്നിധ്യവും സാമീപ്യവുമൊക്കെ ആത്മന അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ഇപ്രകാരം കുദാശ അർപ്പണത്തിലൊക്കെ പങ്കെടുക്കുമ്പോൾ കർത്താവിൻ്റെ വലിയ കൃപകൾ നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ ജീവിതങ്ങളിലേക്ക് ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷം വളരെ മനോഹരമായിട്ടുള്ള ഒരു സുവിശേഷമാണ്. നമ്മൾ വായിച്ചു കേട്ടു. കർത്താവ് പറയുകയാണ്, ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ തൻ്റെ ആടുകളെ പേര് ചൊല്ലി വിളിക്കുന്നു. അവൻ ആട്ടിൻതൊഴുത്തിൽ നിന്ന് ആടുകളെയെല്ലാം പുറത്താക്കിയതിനു ശേഷം പിന്നാലെ നടന്ന് അവയെ ആട്ടിത്തെളിക്കുകയല്ല ചെയ്യുന്നത്. മറിച്ച് വചനം പറയുന്നു, അവൻ ആടുകൾക്ക് മുമ്പേ നടക്കുന്നു. പ്രിയപ്പെട്ടവരെ, എത്ര മനോഹരമായിട്ടുള്ള നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള, നമ്മെ കരുതുന്ന, നമ്മെ കാത്തുപാലിക്കുന്ന നമ്മുടെ ഈശോയെക്കുറിച്ചുള്ള മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണ് വചനം പറഞ്ഞു വയ്ക്കുന്നത്. നല്ല ഇടയനാണ്. നല്ല ഇടയൻ വാതിലാണ്. ആ വാതിലിലൂടെ മാത്രമേ ആടുകൾക്ക് അകത്തേക്കും പുറത്തേക്കും പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഒത്തിരിയേറെ സിനിമകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അപ്രകാരം ഒത്തിരിയേറെ വിനോദ പരിപാടികളൊക്കെ നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. അപ്രകാരം അച്ഛനും ഈ ദിവസങ്ങളിൽ കണ്ട ഒരു സിനിമയിലെ ഒരു ഡയലോഗ് ഇപ്രകാരമാണ്. നായകനായ കഥാപാത്രത്തിന് നായകൻ്റെ അമ്മ ചെറുപ്പകാലത്ത് അവൻ കുഞ്ഞായിരിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്. ആ ഡയലോഗ് ഇപ്രകാരമാണ്: നീ ഒരു നേതാവാണ്. നിന്റെ മുന്നിൽ 1000 അണികൾ നിനക്കുണ്ട് എങ്കിൽ നിനക്ക് ഒരു രാജ്യം കീഴടക്കുവാൻ സാധിക്കും. ശ്രദ്ധിക്കുക, നിന്റെ മുന്നിൽ നിന്നോടുകൂടെ 1000 അണികൾ ഉണ്ട് എങ്കിൽ നിനക്ക് ഒരു രാജ്യം കീഴടക്കുവാൻ സാധിക്കും. എന്നാൽ നീ ഈ 1000 അണികൾക്ക് മുന്നിലാണ് എങ്കിൽ നിനക്ക് ഈ ലോകം മുഴുവൻ കീഴടക്കുവാൻ സാധിക്കും. വ്യത്യാസം നോക്കുക. നീ ഈ 1000 അണികൾക്ക് മുന്നിലാണ് എങ്കിൽ നിനക്ക് ഈ ലോകം മുഴുവൻ കീഴടക്കുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒത്തിരിയേറെ നേതാക്കന്മാരെ കണ്ടിട്ടുണ്ട്. ഒത്തിരിയേറെ ഒരു നേതാവിൻ്റെ പലതരത്തിലുള്ള സങ്കല്പങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. എന്നാൽ കർത്താവ് പറഞ്ഞു വെക്കുകയാണ്, ഞാൻ യഥാർത്ഥ നേതാവാണ്, യഥാർത്ഥ ഇടയനാണ്. ഞാൻ ആടുകൾക്ക് മുൻപേ നടക്കുന്നു. ഒരു നല്ല ഇടയൻ്റെ, ഒരു നല്ല നേതാവിൻ്റെ ലക്ഷണമാണ് അവൻ ആടുകൾക്ക് മുമ്പേ നടക്കുന്നു. അവൻ ആടുകൾക്ക് മുമ്പേ നടക്കുമ്പോഴാണ് പിന്നിലുള്ള അജഗണത്തിന് അവനെ വഴി കാണിക്കുവാൻ സാധിക്കുകയുള്ളൂ. മുന്നിലുള്ള അപകടങ്ങളെ തിരിച്ചറിയുവാൻ, മുന്നിലുള്ള കെണികളെ തിരിച്ചറിയുവാനൊക്കെ ഈ നേതാവിന് അല്ലെങ്കിൽ ഇടയന് മാത്രമേ കഴിയുകയുള്ളൂ. ഇടയൻ ആടുകളുടെ പിന്നിലായാൽ, നേതാവ് അണികളുടെ പിന്നിലായാൽ മുന്നിലുള്ള അപകടങ്ങളിൽ പെടുന്നത് അണികളായിരിക്കും, നേതാവായിരിക്കില്ല. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഞാൻ ആടുകളുടെ ഇടയനാണ്, ഞാൻ അവയ്ക്ക് മുമ്പേ നടക്കുന്നു. നമ്മുടെ നല്ല ഇടയനായ ക്രിസ്തു, നമ്മുടെയൊക്കെ നേതാവായ ക്രിസ്തു, അവൻ നമുക്ക് മുമ്പേ നടക്കുന്നവനാണ്. അതുകൊണ്ടാണ് അവൻ ഭാരമേറിയ കുരിശും ചുമന്നുകൊണ്ട് അവൻ
നമുക്കൊക്കെ മുമ്പേ നടന്നത്. അതുകൊണ്ടാണ് അവൻ നമുക്കെല്ലാവർക്കും മുമ്പേ ഉദ്ധാനം ചെയ്തത്. പ്രിയപ്പെട്ടവരെ, ഈ ഇടയസങ്കല്പത്തിൽ നമുക്ക് ശരണപ്പെടാം. നമ്മുടെ വിശ്വാസം അവനിൽ നമുക്ക് അർപ്പിക്കാം. സച്ചിദാനന്ദൻ്റെ ഒരു നോവലുണ്ട്, മുമ്പേ പറക്കുന്ന പക്ഷികൾ. ഈ മുമ്പേ പറക്കുന്ന പക്ഷികളിൽ ഒരു പക്ഷിയെക്കുറിച്ച് പറയുന്നുണ്ട്. എല്ലാ പക്ഷികൾക്കും നേതാവായി മുന്നേ പറക്കുന്ന ഒരു പക്ഷി. ഈ മുന്നേ പറക്കുന്ന പക്ഷിയാണ് പലപ്പോഴും വേടൻ്റെ കെണികളിൽ പെടുക, പതിയിരിക്കുന്ന അപകടങ്ങളിൽ പെടുക ഈ മുമ്പേ പറക്കുന്ന പക്ഷിയാണ്. ഓർക്കുക, ക്രിസ്തു നമ്മെ സംബന്ധിച്ചിടത്തോളം മുമ്പേ പറക്കുന്ന ഒരു പക്ഷിയാണ്. നമുക്ക് മുമ്പേ അവൻ ഭാരമുള്ള കുരിശെടുത്തു. നമുക്ക് മുമ്പേ അവൻ വീണവനാണ്. നമുക്ക് മുമ്പേ അവൻ ഉയർത്തെഴുന്നേറ്റവനാണ്. അതുകൊണ്ട് നല്ല ഇടയനായ ക്രിസ്തുവിൽ നമുക്ക് ശരണപ്പെടാം. അവൻ ആടുകൾക്ക് വേണ്ടി ജീവൻ ബലി അർപ്പിക്കുന്നു. അവൻ മുമ്പേ നടന്ന് അവൻ പച്ചയായ പുൽമേടുകളിലേക്കും പ്രശാന്തമായ ജലാശയങ്ങളിലേക്കും അവൻ നമ്മെ നയിക്കുന്നു. അവൻ ശത്രുക്കളുടെയും ക്രൂരമൃഗങ്ങളുടെയും പിടിയിൽ നിന്ന് അജഗണമായ നമ്മെ ഓരോരുത്തരെയും ഓരോ നിമിഷവും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. നല്ല ഇടയനായ ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, പരിപാലിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ത്രിത്വൈക ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം നമുക്ക് ഏറ്റുപറയാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ ജനിച്ചവനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യലേഖനമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ നിന്നും ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധ ലിഖിതങ്ങളനുസരിച്ച് 3-ാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. കർത്താവും ജീവിതാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, നമ്മുടെയും സമസ്ത സഭയുടെയും ആവശ്യങ്ങൾക്കായി സർവശക്തനായ ദൈവത്തോട് താഴ്മയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, പരിശുദ്ധ പിതാവിനെയും എല്ലാ മെത്രാന്മാരെയും എല്ലാ വൈദികരെയും അനുഗ്രഹിക്കണമേ. പിതാവേ, അങ്ങേ ജനത്തെ വിശ്വാസത്തിലും സ്നേഹത്തിലും നയിക്കുവാൻ വേണ്ട പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹപിതാവേ, എല്ലാ കുടുംബങ്ങളെയും വിശുദ്ധീകരിക്കണമേ. സ്നേഹനാഥ, കുടുംബാംഗങ്ങൾ ഓരോരുത്തരും പരസ്പര സ്നേഹത്തിലും വിശ്വാസത്തിലും ജീവിക്കുവാനും മാതൃകാ കുടുംബങ്ങളായി മാറുവാനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹപിതാവേ, എല്ലാ രോഗികളെയും അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് കൊറോണ വൈറസ് മൂലം വേദനിക്കുന്നവരെയും സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങേ തിരുരക്തത്താലും തിരുജലത്താലും എല്ലാ രോഗികളെയും കഴുകി രോഗാണുക്കളെ നിർവീര്യമാക്കിക്കൊണ്ട് സൗഖ്യം നൽകി രോഗികൾക്കും ലോകരാഷ്ട്രങ്ങൾക്കും സമാധാനവും ശാന്തിയും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹപിതാവേ, ഇന്നത്തെ ലോകത്തിൽ വേദനിക്കുന്നവർക്കും രോഗികൾക്കും സാന്ത്വനം നൽകുന്ന എല്ലാ ഡോക്ടേഴ്സിനെയും
നഴ്സസിനെയും മറ്റെല്ലാ സാമൂഹിക പ്രവർത്തകരെയും സമർപ്പിക്കുന്നു. ഈശോയെ അവരുടെ കരങ്ങൾക്ക് ശക്തിയും പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലവും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹപിതാവേ, എല്ലാ മരിച്ച വിശ്വാസികളെയും പ്രത്യേകിച്ച് കൊറോണ വൈറസ് മൂലം മരിച്ച എല്ലാ ആത്മാക്കളെയും സമർപ്പിക്കുന്നു. അവരുടെ പാപങ്ങൾ ക്ഷമിച്ച് നിത്യശാന്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, അങ്ങയോട് യാചിക്കുന്ന സഭയുടെ പ്രാർത്ഥനകൾ അങ്ങേ സന്നിധിയിൽ പ്രീതികരമായി ഭവിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളാൽ യാചിക്കുവാൻ ധൈര്യപ്പെടാത്തത് അങ്ങേ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. ഗോൽഗോഥായിലെ പരമയാഗം, സീയോൻ ശാലയിലെ തിരുവത്താഴം. ഗോൽഗോഥായിലെ പരമയാഗം, സീയോൻ ശാലയിലെ തിരുവത്താഴം. അനുസ്മരിക്കും നിതാ നിൻ തനയ സ്നേഹദാതാ ഒന്നു ചേർന്നീ അൾത്താരയിൽ ഗോൽഗോഥായിൽ പരമയാഗം, സീയോൻ ശാലയിലെ തിരുവത്താഴം. ഓസ്തിയും വീഞ്ഞും അർപ്പണം ചെയ്യുന്നു. ഒപ്പം ഞങ്ങൾ തൻ ദുഃഖങ്ങളും ക്ലേശങ്ങളും. ഓസ്തിയും വീഞ്ഞും അർപ്പണം ചെയ്യുന്നു. ഒപ്പം ഞങ്ങൾ തൻ ദുഃഖങ്ങളും ക്ലേശങ്ങളും. സ്വീകരിക്കണമേ ഈ കാഴ്ചകൾ പ്രീതനായിടണേ ഈ പൂജയിൽ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവമേ, ഈ പെസഹ രഹസ്യങ്ങൾ വഴി ഞങ്ങളെന്നും കൃതജ്ഞതാ നിർഭരരായിരിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ നവീകരണത്തിന്റെ നിരന്തര പ്രവർത്തനം ഞങ്ങൾക്ക് നിത്യാനന്ദത്തിന് നിദാനമായി ഭവിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. സർവേശ്വരാ, പരിശുദ്ധനാം ദൈവമേ, സർവശക്ത
ജഗൽ പൂജിതനേ, ക്രിസ്തുനാഥൻ വഴിയെങ്ങുമെന്നേരവും ഭക്തിയോടങ്ങേക്ക് നന്ദി ചൊല്ലാം. ആയതു യുക്തവും രക്ഷയേകുന്നതും ന്യായവും തന്നെ ജഗൽ പിതാവേ. ഗാഗുൽത്താ മാമല വേദിയിൽ മാനുഷ പാപങ്ങളേന്തി മരിച്ച നാഥ, താവക മൃത്യുവേ പ്രഖ്യാപനം ചെയ്ത് മേവിടോം ഈ ജനം ആർത്തഭക്തിയാ. തന്നുയർപ്പിങ്കലുറപ്പായ വിശ്വാസം ഉൾക്കൊണ്ടവരതുൽഘോഷിക്കുന്നു. നിൻവരവങ്ങനെ പ്രത്യാശയോടിവ എന്നെന്നും ഈ മണ്ണിൽ കാത്തിരിപ്പൂ. ആകയാലാമോദ വായ്പിലമരുമാ സ്വർഗീയ ഗായകർ മാലാഖമാ ദിവ്യപ്രതാപവാനങ്ങേക്കു നിത്യവും മംഗളം പാടി വണങ്ങിടുന്നു. ആ ദിവ്യഗാനത്തോടൊന്നിച്ചു ഞങ്ങളും ആലപിച്ചിടുന്നു താഴ്മയോടെ. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. ഞങ്ങൾക്കായിവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന
എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേയൊരുപ്പ് ഞങ്ങൾ ഏറ്റു പറയുന്നു. കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ തൃക്കൺ പാർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് കാരിക്കശ്ശേരി മെത്രാനോടും വൈദികഗണത്തോടും സന്യസ്തരോടും അങ്ങേ വിശ്വാസ സമൂഹത്തോടുമൊത്ത് സഭയെ സ്നേഹത്തിൻ്റെ പരിപൂർണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരി സഹോദരന്മാരെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും വിശുദ്ധ ഔസേപ്പ് പിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ദൈവമേ, സർവശക്തനായ പിതാവേ, അങ്ങേക്ക് ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ മഹിമയും ആരാധനയും എന്നും എന്നേക്കും ആമീൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങൾ തൻ ദാതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗ്ഗത്തിലെ പോൽ നിന്നുള്ളം പാരിലും ആയിടേണം. അന്നു വേണ്ടുന്നു ആഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർ തൻ ദ്രോഹം ഞങ്ങൾ
കർത്താവ് എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തിൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു എന്ന് കർത്താവായ യേശു ക്രിസ്തുവേ അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്തുവല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ പരിഗണിക്കാതെ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ വാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടി. നമുക്ക് പരസ്പരം ക്രിസ്തുവിൻ്റെ സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടി, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടി, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടി, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവെ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവും നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഇടയനായ ദൈവമേ, അങ്ങേ അജഗണത്തെ കരുണയോടെ കടാക്ഷിക്കുകയും അങ്ങേ പ്രിയപുത്രന്റെ വിലയേറിയ തിരുരക്തത്താൽ വീണ്ടെടുത്ത അജഗണത്തെ നിത്യമായ മേച്ചിൽ പുറങ്ങളിലേക്ക് ഒരുമിച്ച് കൂട്ടുവാൻ തിരുവുള്ളമാകുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ.
കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദിവ്യബലി സമാപിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്വാസമേകാൻ നിന്റെ തളർച്ചയിലൊന്നു ചേരാൻ നിന്നെ താരാട്ടു പാടിയുറക്കാൻ ഇതാ ഇതാ നിന്റെ അമ്മ. നിന്റെ തകർച്ചയിലാശ്വാസമേകാൻ നിന്റെ തളർച്ചയിലൊന്നു ചേരാൻ നിന്നെ താരാട്ടു പാടിയുറക്കാൻ ഇതാ ഇതാ നിന്റെ